കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 18 ചൊവ്വാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ മെഡിക്കൽ മേഖലയിൽ രോഗികളുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മെഡിക്കൽ ഉത്തരവാദിത്ത നിയമം ഷൂറ കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു. ഡോക്ടർ ജമീല അൽ സൽമാന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് 34 ആർട്ടിക്കിളുകളുള്ള കരട് നിയമനിർമ്മാണം നിർദ്ദേശിച്ചത്. തുടർ അനുമതികൾക്കും ചർച്ചകൾക്കുമായി 6 മാസത്തിനകം ബിൽ ദേശീയ അസംബ്ലിക്ക് തിരികെ കൈമാറും. മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കും ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കും രോഗികൾക്കും മേലുള്ള മെഡിക്കൽ ഉത്തരവാദിത്തം, രോഗിയുടെ അവകാശങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാനും നിയന്ത്രിക്കാനുമുള്ള വ്യക്തമായ നിയമനിർമ്മാണമാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. പദ്ധതി നിയമത്തിൽ വന്നാൽ ചികിത്സയ്ക്കിടെയുണ്ടാകുന്ന അശ്രദ്ധകൾക്ക് കർശന നടപടിയുണ്ടാകും. അംഗീകൃതമല്ലാത്ത മരുന്നുകളോ നടപടിക്രമങ്ങളോ ഉപയോഗിക്കുക, അനാവശ്യ ശസ്ത്രക്രിയകൾ നടത്തുക എന്നിവയ്ക്ക് 1000 ബഹ്റൈൻ ദിനാർ വരെ പിഴയോ 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഡോക്ടർമാർക്ക് മെഡിക്കൽ ഇൻഷുറൻസും നിയമം അനുശാസിക്കുന്നുണ്ട്. ഡോക്ടർമാരെ ശിക്ഷിക്കുന്നതിനല്ല, മറിച്ച് ഉത്തരവാദിത്തവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ അൽ സൽമാൻ പറഞ്ഞു. സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത്, ആരോഗ്യ മന്ത്രാലയം, നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി, ബഹ്റൈൻ മെഡിക്കൽ സൊസൈറ്റി എന്നിവർ നിർദ്ദേശത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 9 മുതൽ 15 വരെയുള്ള കാലയളവിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ തൊഴിൽ പരിശോധനകളിൽ 13 പേർ പിടിയിലായി. ഈ കാലയളവിൽ 1010 പരിശോധനകളാണ് നടന്നത്. നേരത്തെ പിടികൂടിയ 58 പേരെ നാടുകടത്തുകയും ചെയ്തു. വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെയാണ് LMRA പരിശോധനകൾ തുടരുന്നത്. നോമ്പു തുറക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പ്രയാസപ്പെടുന്നവർ, കാൽനടയാത്രക്കാർ എന്നിവർക്കായി SKSSF ബഹ്റൈൻ നൽകി വരുന്ന ഇഫ്താർ കിറ്റ് വിതരണം ശ്രദ്ധേയമാകുന്നു. ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, വെള്ളവും അടങ്ങുന്ന ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ ഭക്ഷണ കിറ്റാണ് നൽകി വരുന്നത്. ഇഫ്താർ കിറ്റിന്റെ വിതരണോദ്ഘാടനം ബഹ്റൈൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് അബ്ദുൽ വാഹിദ് അൽ കറാത്ത നിർവഹിച്ചു. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ, SM അബ്ദുൽ വാഹിദ്, VK കുഞ്ഞഹമ്മദ് ഹാജി, SKSF ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ, വൈസ് പ്രസിഡന്റ് സജീർ പന്തക്കൽ, ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് മുനീർ, റാഷിദ് കക്കട്ടിൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി മോനു മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു. റാഷിദ് ഷമീർ, നിയാസ്, ജസീർ വാരം എന്നീ വിഖായ അംഗങ്ങൾ വിതരണങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ സമസ്തയുടെ വിവിധ ഏരിയകളിൽ കൺവീനർമാരുടെ നേതൃത്വത്തിൽ ഇഫ്താർ ടെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അൽ ഫുർഖാൻ സെന്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഇഫ്താർ അൽ ഫുർഖാൻ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഷെയ്ഖ് മുദഫർ അൽ മീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി രാജപാണ്ഡ്യൻ വരദപിള്ളൈ, KMCC ബഹ്റൈൻ സംസ്ഥാന ട്രഷറർ മുസ്തഫ KP, എബ്രഹാം ജോൺ, ബിനു കുന്നന്താനം, രാജു കല്ലുംപുറം, അബ്ദുൽ അസീസ് TP, റിസാലുദ്ദീൻ, ഷാനവാസ്, ഹംസ മേപ്പാടി, നൂറുദ്ദീൻ ഷാഫി, അബ്ദുൽ വാഹിദ്, ബഷീർ അമ്പലായി, ഇസ്ഹാഖ് PK, ഷാഫി വേളം, ബഷീർ തോട്ടം എന്നീ പ്രമുഖർ പങ്കെടുത്തു. അൽ ഫുർഖാൻ സെന്റർ രക്ഷാധികാരി അബ്ദുൾ മജീദ് തെരുവത്ത്, നഷാദ് PP, അധ്യാപികമാരായ ആരിഫ അബ്ദുള്ള, ബിനു റഹ്മാൻ, സമീറ അനൂപ്, സാജിദ നജീബ്, സജില മുബാറക് എന്നിവർ അതിഥികളെ സ്വീകരിച്ചു. അൽ ഫുർഖാൻ മലയാളം പ്രസിഡന്റ് സൈഫുല്ല ഖാസിം ആമുഖ ഭാഷണം നിർവഹിച്ച പരിപാടിയിൽ മൂസ സുല്ലമി റമദാൻ സന്ദേശം നൽകി. അൽ ഫുർഖാൻ മലയാളം ജനറൽ സെക്രട്ടറി സുഹൈൽ മേലടി നന്ദി പ്രകാശിപ്പിച്ചു. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ. 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. തൃശൂർക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ ബഹ്റൈൻ തൃശൂർ കുടുംബം അതിലിയ ബാൻസാങ് തായ് ഹാളിൽ അംഗങ്ങൾക്കായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പുറമെ ബഹ്റൈനിലെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. BTK പ്രസിഡന്റ് ജോഫി ജോസ് അധ്യക്ഷനായിരുന്നു. ഉസ്താദ് മുസാദിഖ് ഹിഷാമി റമദാൻ പ്രഭാഷണം നടത്തുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ, ബഹ്റൈൻ KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം, വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രസിഡന്റ് എബ്രഹാം സാമുവൽ, OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, IYCC ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി റംഷാദ് ഐലക്കാട്ടിൽ, സാമൂഹ്യ പ്രവർത്തകനായ സയ്യിദ് ഹനീഫ, ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സലീം, ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജമാൽ ഇരിങ്ങൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇഫ്താർ കമ്മിറ്റി കൺവീനർ ഷാജഹാൻ കരുവന്നൂർ സ്വാഗതവും സെക്രട്ടറി അനൂപ് ചുങ്കത്ത് നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ മലയാളി ഫാർമസിസ്റ്റുകളുടെ കൂട്ടായ്മയായ കേരള ഫാർമസിസ്റ്റ് ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടന്നു. സീഫിലെ റമി ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ 75ഓളം മലയാളി ഫാർമസിസ്റ്റുകൾ പങ്കെടുത്തു. ബഹ്റൈനിൽ ദീർഘകാലം ഫാർമസിസ്റ്റായി സേവനമനുഷ്ഠിച്ച സത്യരാജിനുള്ള യാത്രയയപ്പും ഇതോടൊപ്പം നടന്നു. പ്രിയ ജേക്കബ് നേതൃത്വം നൽകിയ പരിപാടിയിൽ നുസ്രിൻ റംദാൻ സന്ദേശം നൽകി. ഐശ്വര്യ സ്വാഗതവും ജോമോൾ നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ടൂബ്ലിയിലുള്ള ലേബർ ക്യാമ്പിൽ വെച്ച് ഇഫ്താർ സംഗമം നടത്തി. സംഗമത്തിൽ 200-ലധികം ആളുകൾ പങ്കെടുത്തു. സാമൂഹ്യ പ്രവർത്തകരായ ചെമ്പൻ ജലാൽ, മണിക്കുട്ടൻ, സെയ്ദ് ഹനീഫ് എന്നിവരോടൊപ്പം കോർഡിനേറ്റർ അനിൽകുമാർ, അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും കുടുംബാംഗങ്ങളും ഇവർക്കൊപ്പം ഒത്തുചേർന്നു. ഉപയോഗിച്ച പാഠ്യപുസ്തകങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യവുമായി OICC എറണാകുളം ജില്ലാ രംഗത്ത്. ടെക്സ്റ്റ് ബുക്ക് ഡ്രൈവ് എന്ന പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ പുസ്തകങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവരും ആവശ്യക്കാരും 39761765 അല്ലെങ്കിൽ 33238914 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.